ഒരു സെക്യൂരിറ്റിയെ നിയമിച്ചു അതിനുവേണ്ടി പൈസ കൊടുത്തിരുന്നു. നീ മരിക്കും പറയാൻ വേണ്ടി ഒരുപാട് ഉണ്ടായിരുന്നു. അവരുടെ വളർത്തുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ കൽബുകൾ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കും. ചിന്തിച്ചു നോക്കിയ മനസ്സിൽ ഞാനും നിങ്ങളൊക്കെ മരിക്കും. ഞാൻ മരിക്കുമല്ലോ. നമ്മളുടെ വീട്ടിൽ കരണ്ട് പോയാൽ പെട്ടെന്ന് നമ്മളൊന്നെങ്കിൽ ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി, അല്ലെങ്കിൽ മെഴുകുതിരി ഓണാക്കി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുറച്ച് വിളിച്ചെങ്കിൽ നമ്മളൊരു ആശ്വാസം. എന്നാൽ കബറാകുന്ന ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു അംശം പോലും ഭൂമിയിൽ എത്ര വലിയ പ്രകാശമുണ്ടെങ്കിലും വെയിലാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ആഴം കൊണ്ടുവച്ചാലും ആ കബറിലേക്ക് ഒരു പ്രകാശം പോലും വരില്ല. നമ്മളൊക്കെ ചിലപ്പോൾ കിടക്കാൻ വേണ്ടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ കൂടെ ആളില്ല ഉറങ്ങാൻ വേണ്ടിയുള്ള ആളുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് നമ്മുടെ നാടുകളിൽ ഭയങ്കര മഴയാണ്. ഒരു ദിവസം മഴയെ ഇങ്ങനെ ചിന്തിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇടത്ത് മരണപ്പെട്ടു പോയി. അൽഅമീൻ എന്ന് പറയുന്ന സഹോദരൻ, വളരെ ചുരുങ്ങിയ പ്രായമുള്ള, എന്നെക്കാളും കുറച്ച് വയസ്സിന് മൂത്തയാണ്, എന്നാലും വളരെ ചെറിയ പ്രായമുള്ള സഹോദരൻ പെട്ടെന്ന് ഇരുന്ന് അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടു പോയി. ആ സഹോദരന്റെ കബറടക്കിയിട്ട് ഏകദേശം ഇപ്പോൾ 3 ആഴ്ചയാണ്. ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ നമ്മളെ അടുത്ത ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, കുറച്ചോനെ ആ കബർ മുഴുവൻ വെള്ളമായിരിക്കുമല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെയൊക്കെ ഏത് കാറിൽ നടന്നവരാണെങ്കിലും, ഏത് ബിസിനസ്സുള്ള ആളാണെങ്കിലും, ജീവിതത്തിൽ കൂടുതൽ വരണേ എന്ന് പറഞ്ഞാൽ എനിക്കന്ന് സമയമില്ല, ഓഫീസിന്റെ ചെറിയൊരു വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുണ്ട്, എനിക്ക് കുറച്ച് സ്ഥലത്ത് കാണാൻ പോകണം, എന്റെ കൂട്ടുകാരുമായിട്ട് പോകണം, അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇങ്ങനെ തിരക്കുകളായി നടന്ന പല ആളുകളും തിരക്കില്ലാതെ, ലോകത്തെ എത്ര വലിയ തിരക്കാണെങ്കിലും, പ്രധാനമന്ത്രിയാണെങ്കിലും, എത്ര വലിയ പണക്കാരനാണെങ്കിലും തിരക്കുകൾ മാറ്റിവെച്ച് കിടക്കുന്ന സ്ഥലം കബർ. ആ കബറിൽ ഇങ്ങനെ മഴവെള്ളം കിടക്കുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കിക്കേ. അല്ലാഹു ഈമാൻ നൽകി ഹിദായത്തുള്ളവരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മദീനയുടെ മജ്‌ലിസിൽ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ, അവരെ അല്ലാഹു തആല അങ്ങനെയുള്ള അള്ളാഹുകളൊന്നും പെടുത്തൂല. അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകും അല്ലാഹു ഈ സദസ്സ് അതിനുള്ള ഒരു കാരണമാക്കി തരട്ടെ. ഹദീസ് പറയേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ ഒരുപാട് ഇബാദത്ത് പറയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിനെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ, ആ മദഹിനെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ആ മദഹിൽ ഒരാൾ സന്നിഹിതനായാൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ ലോകത്തിൽ ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല. ഈ ലൈവിലൂടെ ഒരുപാട് പേര് മജ്‌ലിസ് കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്നതൊക്കെ സ്വതക്കയാണ്. കബൂലാക്കട്ടെ. ക്യാൻസർ രോഗം മാറിപ്പോയി. ഖസീദത്തുൽ ബുർദയുടെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ട് ക്യാൻസർ രോഗം മാറിപ്പോയി എത്ര ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഴിഞ്ഞ പ്രദേശത്താണ്, ഭീമാപ്പള്ളി പ്രദേശത്ത് ബഹുമാനപ്പെട്ട പായാന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം പറഞ്ഞു. കുവൈറ്റിലുള്ള ഒരു പ്രവാസി, അദ്ദേഹത്തിന് നിങ്ങൾ അവിടെ പങ്കെടുത്തവരാണ്. പ്രവാസിയായ അദ്ദേഹത്തിന്റെ മൂത്രസഞ്ചിക്ക് ക്യാൻസർ പിടിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ മൂത്രമൊഴിക്കണമെങ്കിൽ പിൻകാലത്തിലൂടെ വേണം മൂത്രമൊഴിക്കാൻ, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരികയും തങ്ങളുപ്പ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയുകയും സ്വലാത്തിൽ പങ്കെടുക്കാൻ പറയുകയും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ആ ക്യാൻസർ രോഗം മാറിപ്പോവുകയും ചെയ്തു. ഇത് സ്വലാത്തിന്റെ മഹത്വമാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് മദ്ഹാണ്. ആ മദ്ഹിൽ വെച്ച് ഏറ്റവും വലിയ മദ്ഹാണ് ഖസീദത്തുൽ ബുർദ. ഈ ഖസീദത്തുൽ ബുർദയിൽ ചെല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, ഈ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്വമായ സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരൂല. നമുക്ക് ചിലപ്പോൾ അറിയില്ല, ടെസ്റ്റ് ചെയ്താൽ അറിയാം എന്തൊക്കെ രോഗമുണ്ട്. പോയി ടെസ്റ്റ് ചെയ്യുക,
പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, അതിലേക്ക് പ്രഷർ കൂടുതലായി അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട്. ടെസ്റ്റ് ചെയ്യണം വേറൊരു കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗമുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഈ സദസ്സിൽ വെച്ച് ശിഫയാക്കി തരട്ടെ. മക്കളില്ലാത്തവരും വീടില്ലാത്തവരും എല്ലാവർക്കും ശിഫയാകട്ടെ. നമ്മളെ മക്കളെ അതൊക്കെ പഠിപ്പിക്കണം, അതൊക്കെ പാടിപ്പിക്കണം, കബൂലാക്കട്ടെ. ഇതല്ലാതെ വേറൊരു മാർഗവും നമുക്ക് വേറെയില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ജനാവലിയായി ഇന്നിപ്പോ ജനാവലി മുഴുവനും വേറെവിടേക്കായി റാപ്പ് സോങ് വേണം. റാപ്പ് സോങ്ങിന്റെ കാലഘട്ടം. ഈ നമുക്ക് ലഭിതങ്ങളെ കുറിച്ച് ഒരു റാപ്പ് സോങ് ഉണ്ടാക്കിയ ആളുകളെ കൂടുവോ എന്നൊരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് ഒഴിവുമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യും. ഒന്നാമത് തന്നെ ചില മതിലുകളൊക്കെ പാടുന്നതോ ആളുകൾ ഇഷ്ടപ്പെടുക ഇങ്ങനെയാണ് മധുര പാടുന്നതെന്ന് ചോദിക്കും. കാരണം അത്രയും സൂക്ഷ്മതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാട്ടിലെ നമ്മളുടെ നാട്ടിലെ ഒരു സുഖം കബറിൽ ചെയ്യുമ്പോൾ, ആ 6 അടി കബറിലേക്ക് ചെയ്യുമ്പോൾ ഹബീബായ തങ്ങളുടെ മധുരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സറിന് നല്ല ഇഖ്ലാസോട് നമ്മുടെ നാട്ടിൽ എവിടെ പരിപാടി ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും. മതി, എത്രയും മതി. അതിന്റെ പർവ്വതത്തിൽ നമുക്ക് സ്വർഗം വരുമ്പോൾ അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടുത്തെ ഈ വിഴിഞ്ഞം സെക്ടർ ഈ ഗുരുതയുടെ മജിലിസ് അകമഴിഞ്ഞ് സഹായിക്കണം. പണക്കാരൊന്നുമല്ല ഞങ്ങൾക്കൊക്കെ ഈ സംഘടിപ്പിച്ചു തരുന്നത്. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഹദിയകളാണ്. അല്ലാഹു അതിന്റെ വാക്കത്തോടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അവതരിപ്പിച്ചു തരട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ചൊല്ലിക്കോളെ.